മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സ്ത്രീ കൗൺസിലിംഗ് വന്ന് പറയായിരുന്നു, അച്ഛൻ വേറൊന്നും പറയരുത്, ഞാൻ എന്ത് ഉപദേശങ്ങൾ അച്ഛൻ തന്നാലും സ്വീകരിക്കാം, പക്ഷെ അച്ഛൻ ദയവ് ചെയ്ത് ഭർത്താവിന്റെ കൂടെ പോകാൻ എന്നെ ഉപദേശിക്കുക. എന്താ കാരണം? എപ്പോഴും എന്നെ സംശയിക്കുക. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ സംശയം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ സംശയം, ഒന്ന് ആരെയെങ്കിലും നോക്കി ഒന്ന് ചിരിച്ചാൽ സംശയം. ഞാൻ എങ്ങനെ ജീവിക്കും വെച്ചാ? എനിക്ക് സാധിക്കുന്നില്ല. ദയവ് ചെയ്ത് അതിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. കണ്ണുനീരോടെ ആ സ്ത്രീ പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഈ സംശയം. പല വിധത്തിൽ അതുണ്ടാവാം. അത് രോഗമായിട്ട് കടന്നു വരാം, പൊസസീവ് ലെവലിൽ നിന്നും വരാം, അതുപോലെ എന്റേത് മാത്രമെന്ന് ചിന്ത കടന്നു വരുമ്പോഴും സ്നേഹം കൂടുമ്പോഴും ഒക്കെ ഉണ്ടാവും. കാരണം എന്തു തന്നെയാവട്ടെ, അത് കുടുംബത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ അനുദിനമുള്ള ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാനും വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും തിന്മ ഭാവിച്ച്, തിന്മ നിരൂപിച്ച്, ആ തിന്മ അടിച്ചേൽപ്പിച്ച് കുടുംബത്തെ തകർക്കരുത്. ഈ സംശയരോഗം ബാധിച്ചിട്ടുള്ള ധാരാളം കുടുംബങ്ങളുടെ ശോചനീയ അവസ്ഥ അച്ഛൻ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ അത് കൗൺസിലിങ്ങിലൂടെ ആവാം, അല്ലെങ്കിൽ ചികിത്സയിലൂടെ ആവാം, അത് നീക്കിക്കളയുവാൻ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം തകരും. അതുവഴി നമ്മുടെ മക്കളുടെ ജീവിതം നശിക്കുക. അവരെ വലിയ ഇൻസെക്യൂരിറ്റി ഫീലിംഗിലേക്ക് കടന്നു വരും. സുരക്ഷിത ബോധം ഇല്ലാതായാൽ അവരുടെ വ്യക്തിത്വം നശിക്കുക. അതിനിടവരാതിരിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഞാനല്ലാതെ ഈ ലോകത്തെ മറ്റാരും നല്ലവരില്ല. എല്ലാവരെയും ഞാൻ സംശയിക്കുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും? അതിനൊരിക്കലും ഇടവരാതിരിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.